ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ 3-ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ മറ്റ് ചാപ്റ്ററുകൾ പഠിച്ചതുപോലെ തന്നെ ആദ്യം ഞാൻ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് PDF വെച്ചിട്ട് PPT വെച്ചിട്ട് ഞാൻ കാര്യമൊന്ന് പറഞ്ഞുതരാം. അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് പറയുക. അല്ല, ആദ്യമേ തന്നെ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ച് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന ക്ലാസ്സുകൾ ആ ഒരു രീതിക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ 2-ാമത്തെ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യുന്നത്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, പൊസിഷൻ, ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടും അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനും എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഷൻ്റെ കാരണത്തെ പറ്റിയാണ്. ഓക്കെ, എന്താണ് മോഷൻ്റെ കാരണം, അല്ലെങ്കിൽ ആരാണ് മോഷൻ എന്ന് പറയുന്നൊരു കാര്യം ഒരു ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. ന്യൂട്ടൺ കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങൾ നമ്മളതിനെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിയമങ്ങൾ അറിയുന്ന ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യൂ എന്നല്ല എൻ്റെ അർത്ഥം. ലോകത്ത് മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകളും കുറേ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് പാലിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് മോഷൻ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാക്കുന്ന ആരാണ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് എന്താണ്, അത് ഫോഴ്സാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിലേക്ക് മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടുവരുന്നത് ഫോഴ്സാണ്. എങ്ങനെയൊക്കെ കൊണ്ടുവരാം? റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണം എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്, നമുക്കൊരു ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമാണ്. ഇനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബോൾ ഒരു ചരിഞ്ഞ സ്ഥലത്തൂടെ ഉരുണ്ട് വരികയാണ്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യണം, റെസ്റ്റിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അവിടെയും നമ്മൾ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, ഫോഴ്സാണ് കൊടുക്കുന്നത്. അല്ല, ഒബ്ജക്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ എന്ത് ചെയ്യും, ഫോഴ്സ് കൊടുക്കും. അപ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യിക്കുന്നു. എന്ത് ചെയ്യിക്കുന്നു, ഷേപ്പിനെ ചേഞ്ച് ചെയ്യിക്കുന്നു. അല്ലെ, നമ്മളൊരു വസ്തുവിനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യാൻ മാറാം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ആർക്ക് സാധിക്കും, ഫോഴ്സിന് സാധിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇതെല്ലാം മോഷൻ്റെ ഓരോ ഭാഗങ്ങളല്ലേ. റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മോഷൻ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വരുമ്പോഴും മോഷന് ചേഞ്ച് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാകുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, റെസ്റ്റിലെത്തുന്നു, ഷേപ്പ് മാറുന്നു, അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെ നടത്തുന്ന ആരാണ്, ഫോഴ്സാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഫോഴ്സിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഫോഴ്സ്, എന്തൊക്കെ തരം ഫോഴ്സുകളുണ്ട്, ഏത് ഫോഴ്സാണ് ഒബ്ജക്റ്റിലേക്ക് എന്ത് കൊണ്ടുവരുന്നത്, മോഷൻ കൊണ്ടുവരുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കി, ലോസ് ഓഫ് മോഷനിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയാണ്, ഫോഴ്സിനെ പറ്റിയാണ്. സോ എന്താണ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതെന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ എന്ത് പറ്റും, റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റ് എടുക്കാൻ പറ്റും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ആർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഫോഴ്സിന് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫോഴ്സിനെ കാണാൻ പറ്റുമോ, ഇല്ല. പക്ഷേ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്ത് ക്വാണ്ടിറ്റിയാണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന്? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒബ്ജക്റ്റിലേക്ക് ഈ ഒരു ഡയറക്ഷനിൽ എന്ത് കൊടുത്തു, F എന്നൊരു ഫോഴ്സ് കൊടുത്തു, ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് കൊടുത്താൽ ഒബ്ജക്റ്റ് വീണ്ടും എന്തിലേക്ക് വരും, റെസ്റ്റിലേക്ക് വരും. ഇനി വീണ്ടും ഞാൻ ഈ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ദിശ, ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്.
അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോഴ്സിനെ നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ വലത്തോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവായിട്ട് എടുത്താൽ ഇടത്തോട്ടുള്ള ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഫോഴ്സിന് എന്തുകൊണ്ട് ഡയറക്ഷൻ ഉണ്ട്. സോ ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഒരു പ്രത്യേക ദിശയിലുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ അതിന് ഓപ്പോസിറ്റ് ദിശയിലുള്ള ഫോഴ്സ് നമ്മൾ എന്തായിട്ട് എടുക്കും, നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരുപാട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് എടുക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് എടുക്കുന്നു. ഇനി ഇത് രണ്ടും വേണ്ട, ഞാൻ മറ്റൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മുടെ വടംവലി ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വടംവലി. തഗ്സ് ഓഫ് വാർ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന സാധനം ഇതെന്തുവാണ്, ഇത് വടംവലിയാണ് അല്ലേ. ഇതാ ഇവിടെ കണ്ടോ, ഇതാ ഈ സംഭവം. അപ്പോൾ നോക്കി, വടംവലിക്ക് നമുക്കറിയാം രണ്ട് ടീമും എതിർ ദിശയിലാണ് എന്ത് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. ഇതിൽ ഏത് ദിശയിലുള്ള അല്ലെങ്കിൽ ഏത് ടീമാണ് ജയിക്കുന്നത്, ഏത് ദിശയിലുള്ള ഫോഴ്സ് കൊടുക്കുന്ന ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണോ അളവാണോ കൂടുതൽ, വടം എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പോൾ ആ ടീം എന്ത് ചെയ്യും, ജയിക്കും. അപ്പോൾ ഇവിടെ നോക്കിയത് ഈ പറയുന്ന റോപ്പിലോട്ട് രണ്ട് ദിശയിലും ഫോഴ്സ് വരുന്നുണ്ട്. പക്ഷെ അത് എങ്ങോട്ട് മൂവ് ചെയ്തു എന്ന് പറഞ്ഞത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു, ആരാണ് കൂടുതൽ ഫോഴ്സ് കൊടുത്തത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഒന്നിലധികം ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ചേർന്ന് കമ്പൈൻഡ് എഫക്റ്റ് എന്താണ് ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം ഫോഴ്സുകൾ അല്ലെ മോർ ദാൻ വൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോഴ്സുകളുടെ സമ്മ് നമ്മളെടുക്കും. എന്തെടുക്കും, സമ്മ് നമ്മളെടുക്കും. എന്നിട്ട് അതിന് തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടും. അപ്പോൾ അറിയാം ഒരു ദിശയിലോട്ടുള്ളത് പോസിറ്റീവാണ്, മറ്റേ ദിശയിലോട്ടുള്ളത് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ആരുടെ വാല്യൂ ആണോ കൂടുതൽ ആ ദിശയിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വലത്തോട്ട് കൊടുക്കുന്ന ഫോഴ്സിന് ഞാനൊരു വാല്യൂ കൊടുത്തു 150 ന്യൂട്ടൺ, ഇടത്തോടുള്ള ഫോഴ്സിന് ഞാനൊരു വാല്യൂ കൊടുത്തു 100 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയായിരിക്കും, ഈ പറഞ്ഞ രണ്ട് ഫോഴ്സിൻ്റെ സം, അതായത് പ്ലസ് 150 പ്ലസ് മൈനസ് 100. എങ്ങനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എടുക്കുന്നത്, ഈ പറയുന്ന 150 പ്ലസ് മൈനസ് കൊണ്ട് മൈനസ് ആവും -100. സോ ഉത്തരം എത്രയായിരിക്കും, 50 പ്ലസ് 50. അപ്പോൾ എന്ത് പറ്റും, ഈ പ്ലസ് 50ൻ്റെ ദിശയിലോട്ടായിരിക്കും ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഫോഴ്സ് പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബാലൻസ്ഡ് ഫോഴ്സ്, രണ്ടാമത് വരുന്നതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. സോ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, ഈ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ഇവിടോട്ട് ഞാനിപ്പോൾ 100 ന്യൂട്ടൺ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എതിർ ദിശയിലോട്ട് നമ്മൾ എത്ര കൊടുത്തു, 100 ന്യൂട്ടൺ കൊടുത്തു. പക്ഷേ ഇവർ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റാണ്. എന്താണ്, ഓപ്പോസിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്താൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസ് തന്നെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ രണ്ട് ഫോഴ്സ് അവിടുന്ന് ഇവിടുന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരിടത്ത് ആക്ട് ചെയ്ത ഫോഴ്സ് 150 ന്യൂട്ടണും മറ്റൊരു ഭാഗത്ത് ആക്ട് ചെയ്ത ഫോഴ്സ് 100 ന്യൂട്ടണും ആണെങ്കിൽ ഇത് ബാലൻസ്ഡ് ഫോഴ്സ് ആണോ, അല്ല. ഇതെന്താണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. കാരണം ഇവർ ഓപ്പോസിറ്റ് ദിശയാണെങ്കിലും അതിൻ്റെ അളവ് ഈക്വൽ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ, ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ പറ്റുന്ന ഫോഴ്സ് ഏതാണ്, അത് ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അതോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ? നോക്കൂ, ഒന്നാമത്തെ കേസിൽ ഞാൻ പറഞ്ഞത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അല്ലെ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 100 ന്യൂട്ടൺ. അതായത് ഇപ്പോൾ ഒരു വടംവലി മത്സരം നടക്കുമ്പോൾ രണ്ട് വശത്തെ ടീം ഒരേ ശക്തി വലിച്ചാൽ ആ വടം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുമോ, ഇല്ല. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ മോഷൻ എന്നൊരു കാര്യം ഉണ്ടാക്കാൻ ആർക്ക് പറ്റില്ല, ബാലൻസ്ഡ് ഫോഴ്സിന് പറ്റില്ല. ആർക്ക് പറ്റില്ല, ബാലൻസ്ഡ് ഫോഴ്സിന് പറ്റില്ല. നേരെ മറിച്ച് രണ്ടാമത്തെ കേസ് നോക്കി, ഇവിടെ എന്താണ്, ഇവിടെ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് റിസൾട്ടൻ്റ് നമ്മൾ തൊട്ടുമ്പോൾ കണ്ടുപിടിച്ചു എത്രയാണ്, 50 ന്യൂട്ടനാണ് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യും, ഇതേ വലത്തോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, വലത്തോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, മോഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, അത് അൺബാലൻസ്ഡ് ഫോഴ്സാണ്. ഒരു ഒബ്ജക്റ്റ് തറയിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. മറ്റൊരു എക്സാമ്പിൾ, ഞാൻ ഇവിടെ നിങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ ഈ പറയുന്ന നമ്മുടെ സർഫസും ഈ പറയുന്ന ഒബ്ജക്റ്റിന് ഇടയിലായിട്ട് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഇതെപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എപ്പോഴാണോ ഈ താഴെ കൊടുക്കുന്ന ഫ്രിക്ഷൻ ഫോഴ്സിനേക്കാളും കൂടുതലാവുന്നത് അപ്പോൾ മാത്രമേ ഒബ്ജക്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ്, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത ഫോഴ്സ് അൺബാലൻസ്ഡ് ഫോഴ്സ്.
ഓക്കെ, അപ്പോൾ എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ സെറ്റ് ടു ബി ബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് 0. അല്ലെ, റിസൾട്ടൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. തൊട്ട് മുമ്പത്തെ കേസ് എടുത്ത് നോക്കിയത് ഒന്നാമത്തെ കേസിനകത്ത് റിസൾട്ടൻ്റ് എത്രയാണ്? 100 അല്ലേ, +100 +-100 അല്ലേ. അപ്പോൾ ഒരു ദിശയിലുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ അടുത്ത ദിശയിലോട്ടുള്ള നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ സമ്മ് എടുക്കുമ്പോൾ എന്ത് പറ്റും? 100 -100. സോ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ അതാണ് എന്ത്? ബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ. ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നെയ്തർ ക്യാൻ മൂവ് ദ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് നോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓർ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ. എല്ലാത്തിനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. ഇവിടെ നോക്കി 50 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ദിശയിൽ ടേബിൾ മൂവ് ചെയ്യോ? ഇല്ല. 120 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ദിശയിൽ പഞ്ച് പിടിക്കുന്നു. ആരെങ്കിലും ജയിക്കുമോ? ഇല്ല. 200 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേബിൾ മൂവ് ചെയ്യോ? ഇല്ല. എന്നാൽ എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0. തൊട്ട് മുമ്പത്തെ കേസ് നമ്മൾ കണ്ടു അല്ലേ. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. ഈ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ എയ്തർ മൂവ് ആൻ ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ സ്പീഡ് ചേഞ്ച് ചെയ്യാനോ ഒക്കെ ആർക്ക് പറ്റും? അൺബാലൻസ്ഡ് ഫോഴ്സിന് പറ്റും. എന്താ ഇവിടുത്തെ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്ക്. ഈ രണ്ട് കുട്ടികളും കൂടി ചേർന്ന് 150 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ അത് മതി. ടേബിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ പറയുന്ന വ്യക്തി 300 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട്. ടയറിൻ്റെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ അത് മതി. അത് മൂവ് ചെയ്യും. 200 ന്യൂട്ടൺ കൊടുക്കുന്നുണ്ട്. മൂവ് ചെയ്യും. 150 120 കൊടുക്കുന്നുണ്ട്. റിസൾട്ടൻ്റ് എത്ര? ഒരു ദിശയിലോട്ട് എടുക്കുന്നത് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിശയിൽ എടുക്കുന്നത് ഞാൻ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ 150 നിന്നും 120 കുറച്ച് കഴിഞ്ഞാൽ എത്രയുണ്ട്? ബാക്കി 30 ന്യൂട്ടൺ പോസിറ്റീവാണ്. അപ്പോൾ വലത്തോട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ഫോഴ്സിനകത്ത് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. ഓക്കെ, ഇവിടെ പല പല പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ പിക്ചേഴ്സിലൊക്കെ ഒബ്ജക്റ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റുകളും കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, നമ്മളൊരു ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ എന്ത് ചെയ്യും? താഴോട്ട് വലിക്കും. ഈ പറയുന്ന ചെറുക്കൻ ചെയ്യുന്ന കാര്യം നമ്മളിതിനെ ഫോളോ ത്രൂ എന്നാണ് ക്രിക്കറ്റിലൊക്കെ പറയുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് നമുക്കറിയാം. ഇത് ചെയ്യുന്ന ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ അറിയാമല്ലേ, കയ്യിലോട്ടുണ്ടാവുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കും. നമ്മൾ ഫോഴ്സിനെ കൈ ഇങ്ങനെ താഴോട്ട് താത്തുന്നതുകൊണ്ട് മാത്രമല്ല ബോൾ കയ്യിലിടിച്ച് ക്യാച്ച് മിസ്സാവാതെ കറക്റ്റായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആര് പറഞ്ഞു തരും? നമ്മുടെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനിൽ നമുക്കിതിനെപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ പറയുന്ന 2 റോപ്പ് വരയ്ക്കുന്ന കേസ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന എന്താണ് നമ്മുടെ വടം വലിക്കുന്ന കേസ് അല്ലേ. ഈ വടം വലിക്കുന്ന കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തഗ് ഓഫ് വാർ, ഇതിനെയാണ് വടം വലിയാണ്, അതിൻ്റെ ഇംഗ്ലീഷാണ് തഗ് ഓഫ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ദിശയിലാണോ കൂടുതൽ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യും? കൂടുതലായിട്ട് മൂവ്മെൻറ്റ് നടക്കും. ഇവിടെ കണ്ടോ, F1ൻ്റെ ആരോ മാർക്കിൻ്റെ ലെങ്ത് കൂടുതലാണ്, F2ൻ്റെ ലെങ്ത് കുറവാണ്. അപ്പോൾ നോർമലി നമുക്കറിയാം ആരോ മാർക്ക് കൂടുമ്പോൾ വെക്ടർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, ഇടതുവശത്തോട്ട് എന്ത് ചെയ്യും? ഈ പറയുന്നത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് 100 ന്യൂട്ടൺ 150 ന്യൂട്ടൺ ആക്ട് ചെയ്താൽ റിസൾട്ടൻ്റ് എത്രയായിരിക്കും? 50 ന്യൂട്ടൺ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ പിക്ചേഴ്സിൻ്റെ എല്ലാ ഉത്തരവും നമ്മൾ PPTയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിസൾട്ടൻ്റ് ഫോഴ്സ് ഇവിടെ തൊന്നേക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് വെച്ച് നമ്മൾ ഫോഴ്സിന് എന്ത് ചെയ്തു? രണ്ടായിട്ട് തിരിച്ചു. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു കാര്യത്തിലോട്ട് വരാം. നോക്കിയേ, ഫോഴ്സ് നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പറയുന്നില്ലെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഒന്ന് ഇൻറ്റേർണൽ ഫോഴ്സും മറ്റൊന്ന് എക്സ്റ്റേർണൽ ഫോഴ്സും. നമ്മൾ ഒരു ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുകയാണ്. ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? എക്സ്റ്റേർണൽ ഫോഴ്സ് എന്ന് വിളിക്കും. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ കാറിനകത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ബസ്സിനകത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ആ ഒബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയെന്ന് വിചാരിക്കും. ഓക്കെ, നമുക്കറിയാം ബസ് അവിടെ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ എന്ത് ചെയ്യണം? ബസ്സിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ട് തള്ളിയാൽ മാത്രമേ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബസ് എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ അല്ലേ. ഒബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. അല്ലാതെ അകത്തിരുന്ന് തള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, തള്ളിക്കൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. എന്ത് ചെയ്യത്തില്ല? ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. അപ്പോൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ് എക്സ്റ്റേർണൽ ഫോഴ്സ്, അകത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ഇൻറ്റേർണൽ ഫോഴ്സ്. ഇത് ചോദിക്കുന്നതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഫോഴ്സ് ഏതാണ്? ഇൻറ്റേർണൽ ഫോഴ്സ് ആണോ എക്സ്റ്റേർണൽ ഫോഴ്സ് ആണോ? ഇത് ഏത് കുട്ടിക്കും പറയാൻ പറ്റും ഏതാണത്? എക്സ്റ്റേർണൽ ഫോഴ്സിനാണ് ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക്
ഫോഴ്സിൻ്റെ ഒരു 2 ടൈപ്പ് നമ്മൾ പഠിച്ചു. ബാലൻസ്ഡ് പഠിച്ചു, അൺബാലൻസ്ഡ് പഠിച്ചു, ഇൻറ്റേർണൽ പഠിച്ചു, എക്സ്റ്റേണൽ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട്, വിച്ച് ഫോഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് എ മോഷൻ? ഒരു ഒബ്ജക്റ്റിലൂടെ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റിലേക്ക് മോഷൻ കൊടുക്കുന്ന ആരാണ്? ഫോഴ്സ്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതല്ല, ഏത് തരം ഫോഴ്സ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണോ, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ, ഇൻറ്റേർണൽ ആണോ, എക്സ്റ്റേണൽ ആണോ? അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണ്? ഒരു ഒബ്ജക്റ്റിലേക്ക് മോഷൻ കൊണ്ടുവരണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ അൺബാലൻസ്ഡ്. ഓക്കെ, അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിലേക്ക് എന്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ? മോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ഈ ഓട്ടോറിക്ഷ തള്ളുന്നവൻ എത്ര കാലം ഇവിടെ തള്ളിയാലും ഈ ഓട്ടോറിക്ഷ എന്ത് ചെയ്യാൻ പോകുന്നില്ല? മൂവ് ചെയ്യാൻ പോകുന്നില്ല. പകരം എന്ത് ചെയ്യണം? പുറത്തിറങ്ങി നിന്ന് വേണം വണ്ടി തള്ളാൻ. അപ്പോഴേ എന്താവുന്നുള്ളൂ? ഇത് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആകുമുള്ളൂ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? മോഷൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫോഴ്സിനകത്ത് ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു, അത് ബാലൻസ്ഡ് ആണെങ്കിലും കാര്യമില്ല, എന്താണ്? ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ എൻ്റെ ആർക്ക് പറ്റും? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് പറ്റും. ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞേക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻറ്റേർണൽ ഫോഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മൾ എന്തിലോട്ട് പോവുകയാണ്? ലാസ്റ്റ് കാര്യത്തിലോട്ട് പോവുകയാണ്. ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടുത്തെ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സിന് ഓൾ ഇൻറ്റേർണൽ ഫോഴ്സസ് ആർ എന്താണ്? ഇൻറ്റേർണൽ ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? അത് ബാലൻസ്ഡ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? അൺബാലൻസ്ഡ് ഫോഴ്സ് ആവാനായിട്ട് പറ്റുള്ളൂ. ഈ പറയുന്ന ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മോഷൻ്റെ കാരണമായിട്ടുള്ള ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് ഗലീലിയോസ് ഒബ്സർവേഷനാണ്. ഈ ഗലീലിയോയുടെ ഒബ്സർവേഷനും ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. സിമ്പിൾ കാര്യമാണ്. നോക്കട്ടെ, ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊരു കാരണം അല്ലെങ്കിൽ അതിനൊരു നിയമം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഗലീലിയോയുടെ ഒബ്സർവേഷനും ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ കാണുന്ന നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നോട്ടിൻ്റെ PDF ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.